ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഭയങ്കര മഴ, ഭയങ്കര തണുപ്പ്, എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. പക്ഷെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് എഴുന്നേൽക്കണം. പക്ഷെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് എഴുന്നേൽക്കണം. അപ്പോൾ ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ. ഭയങ്കര മടി എഴുന്നേൽക്കാൻ. ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ. എഴുന്നേറ്റ ഉടനെ ഞാൻ ബ്രഷ് ചെയ്യും. അപ്പോൾ കമാ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറും. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ആക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിച്ചണിൽ നിന്ന് വേണം ചെയ്യാൻ. വരും. ചോറ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളക്കട്ടെ. ഇത് നമ്മുടെ മുരിങ്ങയില തോരൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് മുരിങ്ങയില തോരനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയും എഗ് ബുർജും ആക്കിയിട്ടുണ്ട്. അത് കഴിക്കണം. പിന്നെ ലഞ്ചും കൊണ്ടുപോകാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും രാവിലെ ഞാൻ ഒരു കപ്പിനകത്തൊരു കപ്പ് വെള്ളം കുടിക്കും. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടല്ല, ഞാനിന്ന് എഴുന്നേൽക്കാനും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതിൻ്റെ ഒരു ഡിലേ വന്നു. എന്നും രാവിലെ ഞാനൊരു കപ്പ് വെള്ളം കുടിക്കും. മൊത്തം കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ ലഞ്ചാക്കി. പിന്നെ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. ഇനി ഓടിപ്പോയി പെട്ടെന്ന് കുളിക്കണം. ഞാൻ മൊത്തം കാണിക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ടൈമില്ല. ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഇതെല്ലാം കാണിക്കാനുള്ളതൊന്നും സമയമൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ല, രാവിലെ ചപ്പാത്തി എഗ് ബുർജും ആക്കി. ഉച്ചയ്ക്ക് അതേ എഗ് ബുർജും പിന്നെ കുറച്ച് മുരിങ്ങയില തോരനും പിന്നെ എന്തൊക്കെയോ കറിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എടുക്കാനൊക്കെ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ കുറച്ച് കറിയുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അത് രണ്ടും മാത്രം ആക്കി. പിന്നെ എനിക്ക് റെഡി ആവണം. ഇന്ന് അച്ചുവേട്ടന് വണ്ടി വേണം. അപ്പോൾ അച്ചുവേട്ടൻ എന്നെ ഓഫീസിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പോയി റെഡി ആവണം. അപ്പം ഞാനൊന്ന് പെട്ടെന്ന് പോയി റെഡി ആവട്ടെ, എന്നിട്ട് കഴിക്കണം. അപ്പോൾ റെഡി ആയിട്ട് വരാം. ബൈ. അപ്പോൾ ഞാൻ റെഡിയായി. ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊന്ന് കഴിച്ചിട്ട് പോവാം. രാവിലെ എനിക്ക് ഒട്ടും സമയം കാണത്തില്ല. ഇതേപോലെയാണ് അച്ഛൻ്റെ പത്ത് റീൽ വെച്ചേക്കുന്നത്. രാവിലെ എനിക്ക് ഒട്ടും സമയം കാണത്തില്ല. ഞാൻ കിടന്ന് ഓടും. അപ്പോൾ ഞാൻ പോകാൻ ഇറങ്ങി. പകുതി ആപ്പിളും കൂടെ എടുത്തു. ഹെൽമെറ്റ് എടുക്കണോ? ഉണ്ടല്ലോ. ഞാൻ ഓഫീസിൽ വന്നു. പഞ്ച് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. എന്നും നമ്മൾ കറക്റ്റ് 1 മണിയാകുമ്പോൾ കഴിക്കുന്നതാണ്. പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റ് വിനരിച്ച ഇല്ലാത്തതുകൊണ്ട് കറിയില്ല. മീനുണ്ടെങ്കിൽ കറിയുള്ളൂ. കോവയ്ക്ക ബ്ലർ ആവുന്നുണ്ടോ വീഡിയോ? എൻ്റെ മുരിങ്ങയിലത്തോരൻ അയപ്പ് കിട്ടുന്നുണ്ട്. മുരിങ്ങയിലത്തോരൻ സ്നേഹിച്ചിട്ട് അറിയാമോ? മുട്ടക്കറി. ഇത് 3 ഉള്ളല്ലേ ഇന്ന്? ശേഖം
ബ്ലറാവുന്നു ചേച്ചി വീഡിയോ. കൃഷ്ണേച്ചി പറയാം ഞാൻ നന്നായിട്ട് കഴിക്കുമ്പോ എടുക്കണം. ഇന്ന് നമ്മള് താക്കിബ് വഹിക്കുന്നു. താക്കിബ് വഹിക്കുന്നില്ല, മാറ്റിയാ അത് ഇന്റർനെറ്റില്ല. ഗൈസ് ഓഫീസ് കഴിഞ്ഞു, പക്ഷെ എനിക്കൊരു മുട്ടം പണി കിട്ടി. എന്നെ വിളിക്കാൻ ആരും വന്നില്ല. ഞാൻ നടക്കുവാണ്, അത് മുട്ടം മഴ. അപ്പൊ ഞാൻ വീട്ടിലോട്ട് നടക്കുവാണ്. അച്ചേട്ടൻ വണ്ടി കൊണ്ടുപോയുണ്ട്. അച്ചേട്ടൻ എന്നെ ചതിച്ചു, എന്നെ തേച്ചു. വേറെ ആരും എന്നെ വിളിക്കാൻ വന്നില്ല. സോ ഞാൻ വീട്ടിലോട്ട് നടക്കുവാണ്. നല്ല അത്യാവശ്യം നല്ല മഴയാണ്. അതിൻ്റെ കൂടെ അടുത്തൂടെ പോകുന്ന വണ്ടിയൊക്കെ വെള്ളമൊക്കെ തെറിപ്പിക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ കുളിക്കേണ്ടി വരത്തില്ല വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ കുറെ നാളായി പക്ഷെ ഇങ്ങനെ മഴയത്ത് കുടയൊക്കെ പിടിച്ച് നടന്നു പോയിട്ട്. അതുകൊണ്ട് ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തണുപ്പ് അതെനിക്ക് സഹിക്കാം. വണ്ടി വരുന്നേ. അപ്പൊ ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മള് സുനുവിന്റെ വീട്ടിൽ പോവാണ്. സുനുവിന്റെ കല്യാണത്തിന്റെ നാളെയാണ് കല്യാണം. ഇന്ന് റിസപ്ഷൻ. ഇന്ന് റിസപ്ഷനില്ല, എന്ത് പരിപാടി. അപ്പം അങ്ങോട്ട് പോകണം. അപ്പൊ അതിന് റെഡി ആയിട്ട് ഇനി തിരിച്ച് ഓഫീസിലോട്ട് പോകണം. ഞാൻ ചെന്നിട്ട് പറയാം. ഞാൻ എന്തായാലും പെട്ടെന്ന് നടന്ന് വീട്ടിൽ പോട്ടെ. മഴ, ഫോണിലൊക്കെ വെള്ളം വീഴുന്നു. അതുമല്ല വണ്ടിയൊക്കെ വരുന്നത് നോക്കി പോണം. ഞാൻ നോക്കിയില്ലെങ്കിൽ മിക്കവാറും ഞാൻ ഏതെങ്കിലും കാറിന്റെയോ ബൈക്കിന്റെയോ ഫ്രണ്ടിലിരിക്കും. സോ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഗൈസ് ഇപ്പം സമയം 7:20. നമ്മളിപ്പോൾ റെഡി ആയിട്ടേ ഉള്ളൂ. ഞാൻ റെഡിയായി നിൽക്കുവാണ്. ഇപ്പം എനിക്കിനി ഓഫീസിലോട്ട് പോകണം. ഓഫീസിൽ നിന്ന് വേണം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പെട്ടുപോയി. അപ്പം നമ്മൾ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടെ സാറിൻ്റെയും മാമിൻ്റെയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഓഫീസിൽ ചെന്നിട്ട് കാണാം. ഞാൻ വീട്ടിലേക്ക് ഓടി വന്ന് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി പെട്ടെന്ന് റെഡിയായി. ഇത് ഈ സൽവാറാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് എൻ്റെ പുതിയ സൽവാറാണ്. ഞാനൊരു ഷൂട്ടിന് മറ്റോ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാനിത് എടുത്ത് ഇപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് അവിടെ ചെന്നിട്ട് സുനു റെഡിയായി നിൽക്കുന്നതൊക്കെ കാണിക്കാം. അപ്പോൾ പോയിട്ട് വരട്ടെ. ടെസ്റ്റ് എന്റെ പൊന്നോ, ഉടുപ്പിന്റെ പേടിക്കണ്ട. എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഏതമ്പലം അക്ഷര വീട് എവിടെയുണ്ട്? വീടില്ലേ? അതല്ലേ സുനു ദേ വരുന്നു ചിരിച്ച് കൊണങ്ങിക്കൊണി. അയ്യോ ഇത് ആര്? സുനു ഇപ്പഴേ കരയില്ലേ? എവിടെ രണ്ട് മിനിറ്റ് വേണം.
ഗൈസ്, അപ്പം ഞാൻ കല്യാണ വീട്ടിൽ പോയിട്ട് വന്നു. ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് വരെ മഴയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. കാരണം അത്തിരുന്നപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ എത്താറായപ്പോൾ നമ്മൾ വൈറ്റിലെത്തിയപ്പോഴത്തേക്കും മഴ കുറച്ച് തോന്നും. അപ്പോൾ ഞാനിവിടെ വന്നു. ഇവിടെ പ്രോൺസ് ഉണ്ടായിരുന്നെന്ന്, അതുകൊണ്ടൊരു കുറച്ച് ചോറ് കഴിച്ചു. അത് ആക്രാന്തം കാരണം, പ്രോൺസ് ഫ്രൈ ആയിരുന്നു. അപ്പോൾ ആക്രാന്തം കാരണം എടുക്കാൻ പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കിടക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു യൂഷ്വലായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ പരിപാടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ പരിപാടിയും കൂടെ കാണിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഓഫീസിൽ പോയിട്ട് വരും, എന്തെങ്കിലും കുക്ക് ചെയ്യും, കഴിക്കും, ഫോണൊക്കെ നോക്കിയിരിക്കും, കിടക്കും. അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാൻ വലുതായിട്ടൊന്നുമില്ല. പക്ഷെ കുറേ നാളായില്ലേ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പം എനിക്കിഷ്ടമാണ് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത്. തുണിയൊക്കെ നനഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഴയായുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മേ ബി ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നാളെ സമയം പോലെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ കുഴഞ്ഞ് ക്ഷീണിച്ച് അപ്പോൾ ഉറങ്ങണം. ഇനി ഉറങ്ങണം. നാളെ സൺഡേ ആണ്. അപ്പോൾ സുഖമായിട്ടൊരു ഉറങ്ങണം. നാളെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. വലുതായിട്ടൊന്നും കാണത്തില്ല. കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ കുഞ്ഞു വീഡിയോസ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ കാണിക്കണം, അതുകൊണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ എവിടെ നോക്കുന്നത് ക്യാമറയിൽ? ഗുഡ് നൈറ്റ്.